Hello everyone, welcome to today's chemistry class. Today we are going to discuss the separation of components of air. So here we will discuss how can you separate the components of air. So as we have already studied, air is a homogeneous mixture. It's a mixture of gases. The components of air can be separated by fractional distillation. Fractional distillation is used to separate components of air. Air is compressed by increasing the pressure and cooled by decreasing the temperature to get liquid air. അതായത് നമ്മൾ എയറിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കൂട്ടുകയും ടെമ്പറേച്ചർ കുറയ്ക്കുകയും ചെയ്യുന്നു. സോ യു ഗെറ്റ് ലിക്വിഡ് എയർ. The liquid air is then allowed to warm up slowly in the fractional distillation column. അപ്പോൾ നമ്മൾ ഈ എയറിനെ നമ്മൾ പതുക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ ദ ഡിഫറെൻറ്റ് കോമ്പണൻസ് സെപ്പറേറ്റ് അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ സെപ്പറേറ്റ് ചെയ്യുക ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ ബോയിലിംഗ് പോയിൻറ്റ്. ഓക്കെ, സോ സീ ദിസ് ഫ്ലോ ചാർട്ട്. എയർ compressed and cooled by increasing pressure and decreasing temperature. So you will get liquid air. Then liquid air is converted to, it is passed into fractional distillation column. Then gases get separated at different heights depending upon their boiling point. So boiling points in degrees Celsius: oxygen 183, argon 186 and nitrogen minus 196. So oxygen minus 183, argon minus 186, nitrogen minus 196. Okay, then we can discuss purification of solids by crystallization. Okay, crystallization can be used to separate purification of some solids. Crystallization is the process of obtaining a pure solid in the form of crystal from its solution. So crystallization is the process of obtaining a pure solid in the form of crystals from its solution. അതൊരു സൊല്യൂഷനിൽ നിന്ന് ഒരു സോളിഡിൻ്റെ പ്യുവർ ഫോം ക്രിസ്റ്റൽ ഫോമിൽ കിട്ടുന്നതാണെന്ത് ക്രിസ്റ്റലൈസേഷൻ. എക്സാമ്പിൾ, ബൈ ക്രിസ്റ്റലൈസേഷൻ വി ക്യാൻ ഒബ്റ്റെയിൻ പ്യുവർ കോപ്പർ സൾഫേറ്റ് ഫ്രം ഇറ്റ് സൊല്യൂഷൻ. ബൈ ക്രിസ്റ്റലൈസേഷൻ വി ക്യാൻ ഒബ്റ്റെയിൻ പ്യുവർ കോപ്പർ സൾഫേറ്റ് ഫ്രം ഇറ്റ് സൊല്യൂഷൻ. അത് ക്രിസ്റ്റലൈസേഷൻ ഉപയോഗിച്ച് നമുക്ക് കോപ്പർ സൾഫേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസോൾവ് എബൌട്ട് 5 gram ഓഫ് കോപ്പർ സൾഫേറ്റ് ഇൻ മിനിമം എമൗണ്ട് ഓഫ് വാട്ടർ. നമ്മൾ വളരെ കുറച്ച് വെള്ളത്തിൽ 5 gram കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ചെയ്യുക, അതായത് മിനിമം എമൗണ്ട് എടുത്ത്. ഫിൽറ്റർ ദ സൊല്യൂഷൻ ടു റിമൂവ് ദ ഇമ്പ്യൂരിറ്റീസ്. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റിയിലൊക്കെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കളയാൻ പറ്റും. ദെൻ ഇവാപ്പറേറ്റ് ദ സൊല്യൂഷനെ നമ്മൾ ചൂടാക്കുക. ഇൻ എ ചൈന ഡിഷ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ചൈന ഡിഷിൽ സൊല്യൂഷനെ ചൂടാക്കുന്നു ടു ഗെറ്റ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും. കവർ ദ സൊല്യൂഷൻ വിത്ത് എ ഫിൽട്ടർ പേപ്പർ ആൻഡ് അലൗ ഇറ്റ് ടു കൂൾ. നമ്മളതിനെന്ത് ചെയ്യുക? കവർ ചെയ്യുക ഫിൽട്ടർ പേപ്പർ വെച്ച്, എന്നിട്ട് അതിനെ തണുപ്പിക്കുക. പ്യുവർ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആർ റിമൂവ്ഡ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് 5 gram കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇമ്പ്യൂരിറ്റീസ് ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുക. ദെൻ സൊല്യൂഷൻ ഇവാപ്പറേറ്റ് ചെയ്യുക ചൈന ഡിഷിൽ. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കിട്ടും. പിന്നെ നമ്മൾ അതിനൊരു ഫിൽട്ടർ പേപ്പറിൽ എടുത്ത് വെച്ചിട്ട് തണുപ്പിക്കാൻ വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്യുവർ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് ആർ ഫോംഡ്. സോ ഹിയർ യു ക്യാൻ സി ഇംപ്യുവർ കോപ്പർ സൾഫേറ്റ് പൊടിയായിട്ട് കാണാം. സെക്കൻഡ് ഫിഗറിൽ പ്യുവർ കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് യു ക്യാൻ സി. സോ crystallization is the process of obtaining a pure solid in the form of crystals from its solution. Example is, by crystallization we can obtain pure copper sulfate from its solution. Next one, types of pure substances. Okay, the last topic is types of pure substances. So pure substances are of two types. They are elements and compounds. So we have already studied matter can be classified into mixtures and pure substance. We have discussed the all points of mixtures and the separation of mixtures. Now we are going to discuss the types of pure substances. Pure substances are substances which contain only one type of matter, only one type of substance, or only one type of matter. So here we have two different classifications. They are elements and compounds. Elements and compounds. First of all, we will discuss element. What is an element? It is a basic form of matter. So element is the basic form of matter which cannot be broken down into simpler substance. നമുക്കതിനെ
പിന്നെയും സിമ്പിളറാക്കി മാറ്റാൻ പറ്റില്ല ബൈ കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ച് വി കനോട്ട് ബ്രേക്ക് ഡൗൺ ഇൻ ടു സിംപ്ലർ പാർട്സ് ഓർ സബ്സ്റ്റൻസസ്. Elements are of three types. They are metals, non-metals and metalloids. So elements are the basic form of matter which cannot be broken down into simpler substances by chemical reactions. Elements are of three types. They are metals, non-metals and metalloids. Okay. So we have to discuss the properties of metals, non-metals and metalloids. So element is a simple type, or it is made up of only one type of substances. Okay, it is a basic form of matter which cannot be broken down. So properties of metals, they have lustre, they are malleable, they are ductile, they are good conductors of heat and electricity, they are sonorous. So lustre means തിളക്കമാണ്. Okay, they are malleable. Okay, നമുക്ക് അടിച്ച് പരത്താം. ഡക്റ്റൈൽ, നമുക്ക് drawn to thin wires, വയറാക്കി മാറ്റാം ചെറുതായിട്ട്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം മെറ്റലിൽ കൂടെ ഹീറ്റും ഇലക്ട്രിസിറ്റിയും കടന്നു പോകും. ദേ ആർ സൊണോറസ്. നമുക്കറിയാം ബെല്ലൊക്കെ അടിക്കുന്നത് മെറ്റൽ വെച്ചാണ്. മെറ്റലിന് പ്രത്യേക സൗണ്ട് ഉണ്ട് കൂട്ടിമുട്ടുമ്പോൾ. സോ ദേ ആർ സൊണോറസ്. എക്സാമ്പിൾ അയൺ, അലൂമിനിയം, സിങ്ക്, മെർക്കുറി, കോപ്പർ, സിൽവർ, ഗോൾഡ് എക്സെട്ര. സോ ദേ ആർ malleable, ductile, lustre, good, they are conductors and sonorous. So properties of non-metals, they do not have lustre, they are not lustrous, they are not malleable and ductile, they are pure conductors of heat and electricity, they are not sonorous. Okay, hydrogen, oxygen, nitrogen, chlorine, carbon, sulphur, iodine, phosphorus, these are the examples for non-metals. Okay, then metalloids. Metalloids are elements which show some properties of metals and some properties of non-metals. So these metalloids have both the properties of metals and non-metals. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കുന്ന ചില എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, മെറ്റലോയിഡ്സ് എന്ന് പറയുക. സോ എക്സാമ്പിൾ ബോറോൺ, സിലിക്കൺ, ജെർമേനിയം എക്സെട്ര. സോ ടൈപ്സ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസ്. ഫസ്റ്റ് one element. Element is a basic form of matter. It can be classified into metals, non-metals and metalloids, and we have seen the properties and examples. Now we have compound. A compound is a substance composed of two or more elements chemically combined together in a fixed ratio. ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് കെമിക്കൽ റിയാക്ഷൻസ് വഴി കമ്പൈൻ ചെയ്ത് ഒരു ഫിക്സഡ് റേഷ്യോയിലുള്ളവയാണ്. അവയാണ് നമ്മൾ എന്താ പറയുക, കോമ്പൗണ്ട് എന്ന് പറയുക. ആൻഡ് ദിസ് കോമ്പൗണ്ട് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അവർ മിക്സ്ചർ. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം അവർ മിക്സ്ചർ. ഓക്കെ, എ കോമ്പൗണ്ട് ഈസ് എ സബ്സ്റ്റൻസ് composed of two or more elements chemically combined together in a fixed ratio. Example, water, carbon dioxide, sugar, salt, iron, sulphide etc. So compound means രണ്ട് എലമെൻ്റ് അല്ല രണ്ടിൽ കൂടുതൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്നു കെമിക്കലി. അവ തമ്മിൽ ഫിക്സഡ് റേഷ്യോ ഉണ്ടാവും. പക്ഷേ മിക്സ്ചർ അങ്ങനെയല്ല, കെമിക്കലി കമ്പൈൻ ചെയ്യില്ല. അതാണ് മിക്സ്ചറും കോമ്പൗണ്ടും തമ്മിൽ ഡിഫറൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ കിട്ടുന്നു. അപ്പോൾ അതൊരു സിംഗിൾ കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ മാറ്ററാണ്. അപ്പോൾ ഒരു ഒറ്റ സബ്സ്റ്റൻസ് ആണ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിരിക്കുന്നുണ്ട് കെമിക്കലി. അപ്പോൾ എന്താണ്, അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അത് നമുക്ക് ഫിസിക്കലി ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്യുന്നു. ദെൻ ഷുഗർ, കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. സാൾട്ടിൽ സോഡിയം ക്ലോറിനും ഉണ്ട്. അയൺ സൾഫേറ്റിൽ അയണും സൾഫറും ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ഡിഫറൻസസ് ബിറ്റ്വീൻ മിക്സ്ചേഴ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. കോമ്പൗണ്ട്സും മിക്സ്ചറും തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മിക്സ്ചർ, സെക്കൻഡ് വൺ ഈസ് കോമ്പൗണ്ട്. So mixture, it is composed of two or more elements or compounds mixed together. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ എലമെൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ കോമ്പൗണ്ട്സ് ചുമ്മാ ഫിസിക്കലി മിക്സ് ചെയ്യുന്നു, കെമിക്കലി അല്ല. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ടു ഓർ മോർ എലമെൻറ്റ്സ് കെമിക്കലി കമ്പൈൻ ടുഗദർ. കോമ്പൗണ്ട്സിൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, രണ്ടോ അതിൽ കൂടുതൽ എലമെൻറ്റ്സ് കെമിക്കലി കമ്പൈൻ ചെയ്യുന്നു. സെക്കൻഡ് വൺ mixture, the composition of the components is in any ratio. There is no fixed ratio for the components in the mixture. And in the case of compound, the composition of the components is in a fixed ratio. The composition of the components is in a fixed ratio in the case of compounds.
And in the case of mixture, the third point, it shows the properties of the components. Mixture കോമ്പോണൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ കോമ്പോണൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും മിക്സ്ചറിനുണ്ടാവും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് കോമ്പൗണ്ട് ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ദാൻ ദി കോമ്പോണൻറ്റ്. കോമ്പോണൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കില്ല കാണിക്കുക. ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാട്ടറാണ്. ഇപ്പോൾ ഹൈഡ്രജൻ സ്വയം കത്തുകയും ഓക്സിജൻ കത്താൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ വാട്ടർ കത്തുകയില്ല, സ്വയം കത്താൻ സഹായിക്കുകയില്ല. അതാണ് ഡിഫറൻസ്. പക്ഷേ ഇപ്പോൾ അയണും സൾഫറിൻ്റെയും മിക്സ്ചർ ആണെങ്കിൽ അയണിൻ്റെയും സൾഫറിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കും. ഇതാണ് ഡിഫറൻസ്. സോ ഫോർത്ത് പോയിന്റ് ഈസ് ദ കോമ്പോണൻസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിസിക്കൽ മെത്തേഡ്സ്. സോ ഇൻ ദ കേസ് ഓഫ് മിക്സ്ചർ the components can be separated by physical method, and in the case of compound the components can be separated by chemical methods. ഇപ്പോൾ മിക്സ്ചറിനെ നമുക്ക് ഫിൽട്രേഷനോ സീയിങ്ങോ അതായത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനോ സബ്ലിമേഷൻ പോലുള്ള ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് മിക്സ്ചറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കോമ്പൗണ്ട്സിലുള്ള കോമ്പോണൻസിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവയെ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഇതും കൂടെ നമ്മുടെ ചാപ്റ്റർ തീരുകയാണ്. ദാറ്റ് ഈസ് all about our chapter. So we have discussed mixture and pure substance, and we have seen different types of mixture, then classification of mixture and separation of mixture, and we have seen pure substance, classification of pure substance. Okay, that is all about this class. Thank you.